ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് BPAG 172. ഈ പരീക്ഷയ്ക്ക് നമുക്ക് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ട്രേസ് ദ ജനസിസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെ ആ ഉൽപ്പത്തി, അതിൻ്റെ വികാസം, അത് ഉണ്ടായത് എങ്ങനെയാണ്, ആഗോളവൽക്കരണം തുടക്കം കുറിച്ചത് എങ്ങനെയാണ്, അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അത് പരിണമിച്ച് എത്തിയതെങ്ങനെയാണ് എന്ന് ഉള്ള ഒരു എസ്സേ എഴുതണം. തീർച്ചയായിട്ടും ചാപ്റ്റർ 1 നിന്നുള്ള ഒരു എസ്സേ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ചാപ്റ്റർ 1 നമുക്കത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായിട്ട് റോബർട്ട്സൺ 1992 ആണ് ഈ ഗ്ലോബലൈസേഷൻ്റെ വളരെ സങ്കീർണമായ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പറയുന്നത്. 5 ഘട്ടങ്ങളായിട്ടാണ്, 5 phases ആയിട്ടാണ് ഇത് പറയണതെന്ന് തുടങ്ങണം. ഓക്കെ, അതിനുശേഷം അതായത് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വ്യാപാര കരാറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ ഇമ്പീരിയലിസം മുതലിങ്ങോട്ട് അതിൻ്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ആ ഇമ്പീരിയലിസത്തെ, സാമ്രാജ്യത്വം, അതായത് ബ്രിട്ടൻ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളെ തൻ്റെ കോളനിയാക്കി പിടിച്ചെടുത്തു. അതിനുശേഷം അത് വ്യവസായവൽക്കരണം തുടങ്ങി, വിപ്ലവം തുടങ്ങിയപ്പോൾ അതിനെ ഒന്നും കൂടി ബലപ്പെടുത്തിയെന്ന് പറയാം. ബ്രിട്ടീഷ് ലിബറലിസത്തിന് കീഴിൽ ഒരുപാട് കോളനി രാജ്യങ്ങളെ അത് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള പുരോഗതി ഉണ്ടായി എന്ന് പറയാം പലയിടത്തും. അമേരിക്കൻ സംവിധാനത്തിന് പിന്നീട് വളരെ തീവ്രമായ മേധാവിത്വം ലോകത്തിലെമ്പാടും ഉണ്ടായി, സാമ്പത്തിക സ്ഥാപനങ്ങളുടെ മേലും മറ്റുമൊക്കെ ആയിട്ട്. അങ്ങനെ അമേരിക്കൻ നേതൃത്വത്തിൽ ഗാട്ട് കരാറ്, അതായത് ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് ഒക്കെ ഒപ്പുവെച്ചു. ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് എന്നിങ്ങനെയുള്ള ആശയങ്ങൾക്കൊക്കെ ശേഷം 1992 റോബർട്ട്സണിൻ്റെ ഈ സങ്കീർണമായ ആശയമാണ് ഗ്ലോബലൈസേഷൻ. അത് 5 ഘട്ടങ്ങളായിട്ട് താണ്ടിയാണ് അത് ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്. 1400, 1750 ആണ് ഒന്നാമത്തെ ഘട്ടം. നമുക്ക് നോക്കാം. അതായത് ജർമിനൽ ഫേസ് എന്നാണ് ഈ ഘട്ടത്തെ പറയുന്നത്. അത് ക്രിസ്ത്യൻഡം മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ ക്രിസ്തുമത രാജ്യങ്ങളടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഒരു നാഷണലിസം തുടങ്ങി എന്നുള്ള ആ ഘട്ടമുണ്ടല്ലോ, അതാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ജർമിനൽ ഫേസ് അപ്പോൾ യൂറോപ്പിലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. രണ്ടാം ഘട്ടം 1750-നും 1875-നും ഇടയ്ക്കുള്ള ഘട്ടമാണ്. അതിനെ ഇൻസിപ്പിയൻ്റ് ഘട്ടം എന്നാണ് പറയുന്നത്. അത് ദേശരാഷ്ട്രങ്ങൾ, നാഷൻ സ്റ്റേറ്റുകൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ തുടക്കമാണ്. അങ്ങനെ ഇൻ്റർനാഷണലിസവും യൂണിവേഴ്സലിസവും ഒക്കെ യൂറോപ്പിൽ ആദ്യമായിട്ടുണ്ടായ ഘട്ടം. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ടേക്ക് ഓഫ് ഫേസ് എന്ന് പറയുന്ന ഘട്ടമാണ്. എന്താണ്? ഒന്നാം ഘട്ടം ജർമിനൽ ഫേസ്, രണ്ടാം ഘട്ടം ഇൻസിപ്പിയൻ്റ് ഫേസ്, മൂന്നാം ഘട്ടം ടേക്ക് ഓഫ് ഫേസ് ആണ്. അത് വെൻ ദ വേൾഡ് കെയിം ടു ബി കൺസെപ്ച്വലൈസ്ഡ് ആസ് വൺ ഗ്ലോബൽ കമ്മ്യൂണിറ്റി. ലോകം ഒരു ആഗോള ഗ്രാമമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഗ്ലോബൽ കലണ്ടർ ഉണ്ടാകുന്നു. വേൾഡ് വാർ, അതായത് ലോകമെമ്പാടും ഒറ്റ കലണ്ടർ എന്ന സംവിധാനം. ഒന്നാം ലോക യുദ്ധം വിനാശകരമായിരുന്നുവെങ്കിലും അത് ലോകത്തെ ഒരു തരത്തിൽ ഒന്നിപ്പിച്ചതായ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. മാസ് വേൾഡ് വൈഡ് മൈഗ്രേഷൻ, ലോകത്തിലെമ്പാടും വലിയ കുടിയേറ്റങ്ങളുണ്ടായി. യൂറോപ്യന്മാരല്ലാത്ത ആൾക്കാർ, ഇൻ്റർനാഷണൽ ക്ലബ്ബുകൾ, ദേശരാഷ്ട്രങ്ങൾ ഒക്കെ. 1925-നും 1969-നും ഉള്ള ഇടയ്ക്കുള്ള ഘട്ടം എന്ന് പറയുന്നത് മേധാവിത്വത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളാണ്. സ്ട്രഗിൾ ഫോർ ഹേഗ് മണി എന്ന് പറയും. ഈ ഘട്ടത്തിൽ ശീതസമരം ഉണ്ടാവുകയാണ്. ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന ഇനി മേലാൽ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ്. ഐക്യരാഷ്ട്രസഭയുണ്ടായി പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. ആൻഡ് എമർജൻസ് ഓഫ് ദ തേർഡ് വേൾഡ്, മൂന്നാം ലോകം എന്ന് പറയുന്ന ഒരു മൂന്നാം ലോക രാഷ്ട്രങ്ങൾ ഉദയം ചെയ്തു. അതായത് സാധാരണ ദരിദ്ര രാഷ്ട്രങ്ങളെയാണ് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. 1969-92 കാലഘട്ടമാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ 5ാം ഘട്ടം എന്ന് പറയുന്നത്. അനിശ്ചിതാവസ്ഥയുടെ ഘട്ടം എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്, അൺസർട്ടനിറ്റി ഫേസ്. ഇറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ സ്പേസ് എക്സ്പ്ലോറേഷൻ. അതായത് 1969 നമുക്കറിയാം നാസ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നത്. അത് റഷ്യയുടെ ഞെട്ടലിന് കാരണമാവുകയാണ്. അമേരിക്കയും റഷ്യയും ലോകമേധാവിത്വത്തിന് മത്സരം നടക്കുന്ന കാലഘട്ടത്തിലാണ്, കോൾഡ് വാർ കാലഘട്ടം. തീർച്ചയായിട്ടും പിന്നെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ ഒരു കാലഘട്ടം. അത് ഗ്ലോബലൈസേഷനെ വല്ലാതെ പുരോഗമിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സ്പേസ് ടെക്നോളജി ഡെവലപ്പായി. തീർച്ചയായിട്ടും ഗ്ലോബൽ എൻവയോൺമെൻറ്റ് രൂപപ്പെടുകയാണ്. ഗ്ലോബൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് ഗ്ലോബൽ മാസ് മീഡിയയുടെയൊക്കെ കാലം ഉണ്ടായി വരികയാണ്. 1980-കളിലും 1990-കളിലും സാമ്പത്തികവും രാഷ്ട്രീയ രംഗത്തും ഉണ്ടായ സംഭവവികാസങ്ങൾ ഗ്ലോബലൈസേഷനെ
വേഗത്തിലാക്കുന്ന ഒരു ഉൽപ്രേരകം, കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡഡ് ദ കൊളാപ്സ് ഓഫ് USSR, അതായത് റഷ്യയുടെ പതനം, അതുപോലെ തന്നെ റഷ്യയിലെ സോഷ്യലിസ്റ്റ് രാജ്യമാണല്ലോ റഷ്യ, അതിൻ്റെ തകർച്ച, ബെർലിൻ മതിലിൻ്റെ തകരൽ, ആൻഡ് ട്രയംഫ് ഓഫ് ദ വെസ്റ്റേൺ എക്കണോമിക് ലിബറലൈസേഷൻ, അമേരിക്കൻ്റെയും യൂറോപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പടിഞ്ഞാറൻ പാശ്ചാത്യ ഉദാരവൽക്കരണത്തിൻ്റെ വിജയം ഒക്കെ സാമ്പത്തിക രംഗത്തുണ്ടായ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ സ്റ്റേറ്റും ഇൻഡസ്ട്രിയും ഒക്കെ അവരുടെ സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്ന കാഴ്ച, അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നു, ഡീറെഗുലേഷൻ, അതുപോലെ തന്നെ ബജറ്റുകൾ വരുത്തുന്ന കട്ടിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പരമാവധിയും പ്രൈവറ്റ് മേഖല പെർഫോം ചെയ്യട്ടെ, പ്രൈവറ്റ് മേഖല മറ്റു കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കട്ടെ, ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് സംവിധാനങ്ങൾ മാറുന്നു. സോഷ്യലിസത്തിൽ നിന്ന് വലിയൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നു. യൂറോപ്പിൻ്റെ നേതൃത്വത്തിൽ ലോകം പൊതുവേ മുന്നോട്ട് പോകുന്ന ഒരു സാമ്പത്തിക രംഗം നമ്മൾ കാണുകയുണ്ടായി. ഇതിനൊക്കെ ഈ ഡീറെഗുലേഷൻ ബാങ്കിങ് രംഗത്തും കൊണ്ടുവരാൻ സാധിച്ചു. അതിനും പല കാരണങ്ങളുണ്ടായിരുന്നു. ബാങ്കിങ് മേഖലയിലും നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നു. വ്യാപാരം വളരെ ഉദാരവൽകൃതമായി നടക്കുന്നു, വൻതോതിൽ നടക്കുന്നു. അങ്ങനെയുള്ള കാഴ്ചകളുണ്ടായി. സാങ്കേതിക വിദ്യയുടെ വളർച്ച, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ, MNCകൾ, അവയുടെ ഒരു വലിയ വിപുലീകരണം. MNCകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുരാഷ്ട്ര കമ്പനികളാണ്, ഒന്നിലേറെ രാഷ്ട്രങ്ങളിൽ അവരെ പ്രവർത്തനം നടത്തുന്നത്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എഴുതുന്നത്. ഇതിന് ലോക വ്യാപാര കരാർ, WTOയുടെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലുള്ള, ലോക വ്യാപാര സംഘടനയുടെ നേതൃത്വത്തിലുള്ള, അതുപോലെ തന്നെ G7, G10, G22 രാഷ്ട്രങ്ങളുടെ കോർഡിനേഷൻ ഉണ്ടാകുന്നു. പ്രാദേശിക ബ്ലോക്കുകൾ ഉണ്ടാകുന്നു. പ്രാദേശികമായ കൂട്ടുകെട്ടുകൾ എന്നാണ് ഈ ബ്ലോക്കുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഉണ്ടാകുന്നു. എന്തിനു വേണ്ടിയിട്ട്? സാമ്പത്തിക കാര്യങ്ങളിൽ ലോകത്തിലെ പല രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനകൾ, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ, OECD, അതുപോലെ തന്നെ ന്യൂ റൂൾസ് ആൻഡ് നോംസ്, അതായത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ പീസ്, മൾട്ടിനാഷണൽ എഗ്രിമെൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതായത് ബൗദ്ധിക സ്വത്തവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിവേഗത്തിലുള്ള, വളരെ ചിലവ് ചുരുങ്ങിയ ഒരു മാർഗമായിട്ട് ഇൻ്റർനെറ്റ് മാറുന്നു. സെൽഫോണുകളുടെ വികാസം, കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങൾ, ഇതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ വേഗത വർദ്ധിപ്പിച്ചു എന്ന് പറയാം. ഇപ്പോൾ ജനസിസ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന എസ്സേ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്.